ശബരിമലയിൽ രാവിലെ മുതൽ വൻ ഭക്തജന തിരക്കാണ്. അവധി ദിവസമായതുകൊണ്ട് തന്നെ പുലർച്ചെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സന്നിധാനവും പരിസര പ്രദേശങ്ങളും ഒക്കെ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. സുധീഷുണ്ട് സന്നിധാനത്ത് നിന്നും വിവരങ്ങളുമായി. സുധീഷ്, ഈ രാവിലെ മുതൽ അയ്യപ്പ ഭക്തരുടെ വലിയൊരു തിരക്കാണ് അനുഭവപ്പെടുന്നത്. എല്ലാവർക്കും സുഗമമായ ഒരു ദർശനമൊക്കെ സാധ്യമാകുന്നുണ്ടോ? തീർച്ചയായും രാവിലെ ഇന്ന് അവധി ദിവസമായതുകൊണ്ട് തന്നെ പുലർച്ചെ മുതൽ തന്നെ അയ്യപ്പന്മാരുടെ ഒരു വലിയ പ്രവാഹം ഈ ശബരീശ സന്നിധിയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അയ്യപ്പന്മാർ കൂടുതലായി എത്തി തുടങ്ങിയിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് അവധി ദിവസമായതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഒരുപാട് ഭക്തരാണ് ഇപ്പോൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു തിരക്കിനെ നിയന്ത്രിക്കാൻ അധികൃതർക്ക് വളരെയധികം പാടുപെടേണ്ട ഒരു അവസ്ഥ കൂടിയുണ്ട്. കാരണം ഈ ക്യൂവിൽ നിൽക്കുമ്പോൾ ഭക്തർക്ക് ആവശ്യമായ വെള്ളം, ബിസ്ക്കറ്റ് എന്നിവ എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഒക്കെ തന്നെ അവർ നോക്കി വരികയാണ്. എങ്കിൽ പോലും സുഗമമായ അയ്യപ്പ ദർശനം അയ്യപ്പന്മാർക്ക് നടത്താൻ കഴിയുന്നു എന്നുള്ളത് അയ്യപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം, തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ആശ്വാസമാണ്. കാരണം മണിക്കൂറുകൾ ക്യൂ നിന്നാൽ പോലും അവർക്ക് തങ്ങളുടെ ഈ അയ്യപ്പനെ കാണാൻ കഴിയുന്നു, ശബരീശനെ കണ്ട് വണങ്ങി ശബരീശ സന്നിധിയിൽ നിന്നും മടങ്ങാൻ കഴിയുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസത്തെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 1,859 അയ്യപ്പ ഭക്തരാണ് ശബരീശ സന്നിധിയിൽ എത്തിയത്. ശബരിമല ഇത്തരത്തിൽ ഒരു തിരക്കിലേക്ക് നീങ്ങുമ്പോൾ ഇന്നും ഇത്തരത്തിൽ ഒരു 1,00,000-ന് പുറത്ത് അയ്യപ്പന്മാർ തീർത്ഥാടനത്തിനായി ശബരിമലയിൽ എത്തും എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി, അതായത് മകരവിളക്കിന് ചൊവ്വാഴ്ച മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറന്നു. ആ ദിവസം മുതൽ അനുഭവപ്പെടുന്ന ഒരു തിരക്ക് അത് ഇന്നും തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 80,000-ന് മുകളിൽ ഭക്തരാണ് അയ്യപ്പ ദർശനം നടത്തിയത്. ആ ഒരു കണക്ക് സൂചിപ്പിക്കുന്നത് തന്നെ വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ അയ്യപ്പന്മാരുടെ എണ്ണം കൂടും എന്ന് തന്നെയാണ്. പ്രധാനമായും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന അയ്യപ്പന്മാരാണ് ഈ തീർത്ഥാടന കാലത്ത് ഈ ഒരു സമയങ്ങളിൽ കൂടുതലായും ശബരീശ സന്നിധിയിലേക്ക് എത്തുന്നത്. തമിഴ്നാട്, ആന്ധ്ര, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാർ കൂടുതലായി എത്തുന്നുണ്ട്. മാളികപ്പുറങ്ങളും ഒപ്പം തന്നെ കുഞ്ഞയ്യപ്പന്മാരും ഒക്കെ ഈ സമയത്ത് കൂടുതലായി എത്തുന്നത് ശബരീശ സന്നിധിയിലെ തിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മായ.